എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഗഫൂർക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വരി വരി, ഇങ്ങോട്ട് കേറിയിരിക്കി. അല്ല, ഇലക്ഷന്റെ റിസൾട്ട് വരാറായില്ലേ? എന്താ സ്ഥിതി? ജയിക്കൂലേ? എവിടെ ജയിക്കാൻ? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊക്കെ ജയിക്കാന്ന് പറഞ്ഞാ ഇത്തിരി പാടാണ്. ഐശ്ശേരി, ഇപ്പോ അങ്ങനെയായോ? ജയിച്ച പാലും തേനും ഒഴുക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് നിന്ന് കാശുകുറെ പിടിച്ചതല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ നമ്മളാ പറഞ്ഞതൊക്കെ ചെയ്യുന്നു. നാട്ടുകാരുടെ അടുത്തുനിന്ന് പിരിച്ചെടുത്തതിന്റെ ബാക്കി പൈസ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞിട്ട് വാക്ക് മാറിയ വിവരം അറിയിട്ടോ ഗഫൂർക്ക? ഇല്ല മോനെ, നമ്മളൊക്കെ വിശ്വസിക്കാം. ഓന്റെ ഒരു വീസണി. ആ പിരിച്ചെടുത്ത കാശ് കൊണ്ടാ പൊരപ്പണി ഒന്ന് മുഴുവനാക്കിയത്. എങ്ങാനും ജയിച്ചു പോകുമ്പോ എന്ന പേടിയായിരുന്നു. എന്റെ വോട്ടിനെ ഞാൻ മാറ്റി കുത്തിയതാ. അന്നേരം ഓന്റെ വക. അല്ലേലും വാഗ്ദാനങ്ങളെല്ലാം ആർക്കാണ് ചെയ്യാൻ പറ്റുക? അന്നേരം കൊണ്ട് 4 കാശുണ്ടാക്കാൻ നോക്കുക എന്നല്ലാണ്ട്. എന്താ ഒരു ശബ്ദം? വല്ല തേങ്ങ ഒറ്റ വീണായിരിക്കും. ആരാണ്ടത്? ആരാന്ന്? ഞാൻ കള്ളൻ പാക്കരൻ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ വീട്ടിൽ കയറാൻ? എനിക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ആരുടെ വീട്ടിൽ ഞാൻ കേറും. മര്യാദക്ക് നിങ്ങളെ കാശ് മൊത്തം എനിക്ക് തന്നോ, ഇല്ലെങ്കില് ചൂലേ, ഞാനേ കേരള രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. എന്നോടാണ് കളി. ഓ, രാഷ്ട്രീയക്കാരനാ? എന്നാ നേരത്തെ പറഞ്ഞ ഡയലോഗ് മാറ്റി. നിങ്ങളുടെ കാശല്ല, മര്യാദക്ക് നാട്ടുകാരുടെ മൊത്തം കാശിങ്ങെടുത്തോ.